റബ്ബർ വിലയിടിവ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉളവാക്കിയതാണ്. പല ആവർത്തി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ഈ കേന്ദ്ര സർക്കാരിൻ്റെ കാലത്തുമൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുള്ള വിഷയം കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് റബ്ബർ ബോർഡ് ആസ്ഥാനം കേരളത്തിൽ നിന്ന് തന്നെ മാറ്റാനുള്ള നീക്കം നടത്തുന്നത്. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന 95% റബ്ബറും കേരളത്തിൽ നിന്നാണ് എന്നിരിക്കെയാണ് കേരളത്തിൽ നിന്നും ആസാമിലേക്ക് റബ്ബർ ബോർഡ് ആസ്ഥാനം മാറ്റാനുള്ള നീക്കം നടത്തുന്നത്. ഇതിന്റെ പ്രാഥമിക ഘട്ടം എന്നോണമുള്ള നീക്കങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു. കാലാവധി പൂർത്തിയാക്കിയ റബ്ബർ ബോർഡ് സമിതി പുനഃസംഘടിപ്പിച്ചിട്ടില്ല. 2 വർഷമായി ചെയർമാനെ നിശ്ചയിച്ചിട്ടില്ല. ഇതെല്ലാം ഇതിന്റെ സൂചകങ്ങളായി തന്നെ വേണം കാണാൻ. ഈ ഒരു വിഷയം തന്നെയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മൾ ചർച്ചയിൽ തത്സമയം പങ്കുചേരുന്നത് എക്കണോമിസ്റ്റായ ശ്രീ ജോർജ് ജോസഫ് കൊച്ചിയിൽ നിന്ന് തത്സമയം ചേരും. ഒപ്പം തന്നെ ശ്രീ PS സലീം തത്സമയം ട്രിവാൻഡ്രം സ്റ്റുഡിയോയിലും ചേരും. അഡ്വക്കേറ്റ് രാജീവൻ ട്രിവാൻഡ്രം സ്റ്റുഡിയോയിലും ജോയിൻ ചെയ്യും. ടെലിഫോൺ ലൈനിൽ ശ്രീ തോമസ് ഐസക്, ഒപ്പം തന്നെ ശ്രീ PC സിറിയക് എന്നിവർ ചേർന്നതാണ്. ആദ്യം തന്നെ ശ്രീ ജോർജ് ജോസഫിലേക്ക്, ഇങ്ങനെ ഒരു നീക്കം നടക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം റബ്ബറിൻ്റെ വിഷയം എല്ലായ്പ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും ഒരു പരിധിവരെ സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നായാലും കൃത്യമായ ഇടപെടൽ ഉണ്ടാക്കുന്നില്ല. അത് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്ന് പല ഘട്ടങ്ങളിലായി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നു, ഒരുപക്ഷെ ഇങ്ങനെ ഒരു നീക്കം പ്രാവർത്തികമാകുകയാണ് എങ്കിൽ അതിൻ്റെ വരും വരായികൾ എന്തൊക്കെയായിരിക്കും ശ്രീ ജോർജ് ജോസഫ്? ഇങ്ങനെയൊരു നീക്കം നടക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. കാരണം പല കമ്മോഡിറ്റി ബോർഡുകളുടെയും ആസ്ഥാനം ഇന്ന് കേരളത്തിലാണ്. ഇത് പല താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് കേരളത്തിന് പുറത്തേക്ക് വേറെ സ്ഥലങ്ങളിലേക്ക് മറ്റ് താല്പര്യങ്ങൾ, രാഷ്ട്രീയ താല്പര്യങ്ങളും ഒക്കെ ഉള്ള രീതിയിൽ അത് മാറ്റുന്നതിനുള്ള നീക്കം നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു മാറ്റമുണ്ടായാൽ അതുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അതിന് അത്തരത്തിൽ റബ്ബർ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മാറ്റത്തിന് സാധ്യതകൾ അത്ര ഇതായിട്ട് കാണാൻ കഴിയില്ല. പക്ഷേ അത് അങ്ങനെ ഉണ്ടായാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദോഷകരമായിട്ടത് ബാധിക്കും. കാരണം ഒന്ന്, നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റബ്ബറിൻ്റെ വിലയിടിവ് വളരെ ഗുരുതരമായൊരു പ്രശ്നമായിട്ട് അത് സംസ്ഥാനത്തിൻ്റെ മലയോര മേഖലയെ, അതിൻ്റെ സാമ്പത്തിക മേഖലയെ ബാധിച്ചിരിക്കുകയാണ്. മലയോര മേഖലയുടെ സാമ്പത്തിക രംഗത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയാവുന്നത് റബ്ബർ കൃഷി തന്നെയാണ്. അത് കഴിഞ്ഞ ഒരു 3 വർഷത്തിലേറെയായി നേരിടുന്ന അതീവ ഗുരുതരമായ പ്രതിസന്ധി മറികടക്കാൻ കർഷകർ വളരെ ബുദ്ധിമുട്ടുകയാണ്. അതിന് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരും ഒരേപോലെ തന്നെ ഉത്തരവാദികളാണ്. ആ ഒരു അവസരത്തിൽ റബ്ബർ ബോർഡിൽ നിന്നും കൊടുക്കുന്ന ചില സബ്സിഡികൾ, ചില ആനുകൂല്യങ്ങൾ, മറ്റു ചില സഹായങ്ങൾ, ഇതൊക്കെ ഒരു പരിധിവരെ കൃഷി നിലനിർത്തുന്നതിന് സഹായകമായിട്ടുണ്ട്. തീർച്ചയായും അത് വലിയൊരു സംഭവമാണ്. അല്ലെങ്കിൽ ആ രീതിയിൽ റബ്ബർ ബോർഡ് ഉദ്ദേശിച്ച രീതിയിൽ കർഷകരെ ഭയങ്കരമായിട്ട് രക്ഷിക്കുന്നതിന് വേണ്ടി ഇടപെട്ടു എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ രംഗത്തെ നിലനിർത്തുന്നതിനും അതിന് ഉപദേശങ്ങൾ നൽകുന്നതിനും പരിമിതമായ രീതിയിലാണെങ്കിലും അവർക്ക് സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുന്നതിനും അതുപോലെ പല രീതിയിലുള്ള ഗവേഷണങ്ങൾ, പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമൊക്കെ റബ്ബർ ബോർഡ് ഉപയുക്തമായിട്ടുണ്ട്. 100 വർഷത്തിലേറെ കാലമായി കേരളത്തിൽ തുടർന്നു വരുന്ന റബ്ബർ കൃഷിയെ ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന്, അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ നല്ല രീതിയിലേക്ക് അതിനെ കൊണ്ടുവരുന്നതിനും, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 90%-ലധികം റബ്ബർ ഉൽപ്പാദനം കേരളത്തിൽ നടക്കുന്നതിനും ഒക്കെ കാരണമായി തീർന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം തന്നെയാണ് റബ്ബർ ബോർഡ്. അക്കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അത് 90%-ലേറെ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന, 92%-ലേറെ ഏരിയ റബ്ബർ കൃഷി ചെയ്യുന്ന ഏരിയയുള്ള കേരളത്തിന് തന്നെയാണ് അതെന്തുകൊണ്ടും അർഹത. കാരണം ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദനം നടത്തുന്നത് കേരളത്തിലാണ്. റബ്ബർ കർഷകർ 15 ലക്ഷത്തോളം വരുന്ന റബ്ബർ കർഷകരുള്ളതിൽ ഒരു 80%-ലധികവും തന്നെ കേരളത്തിലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കേരളം തന്നെയാണ് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആസ്ഥാനം. എന്നാൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് കേരളത്തിൽ അതെന്തിനാണ് അങ്ങനെ, ഇപ്പോൾ നമുക്കറിയാം ത്രിപുര പോലുള്ള സംസ്ഥാനങ്ങളിൽ റബ്ബർ കൃഷി വ്യാപിപ്പിക്കുന്നതിന് ഈ റബ്ബർ ബോർഡ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാരുകളുടെയും മുൻകൈയിൽ പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ കുറേയേറെ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അത് ആ രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ അത് ആ സംസ്ഥാനങ്ങളിലേക്ക് റബ്ബർ ബോർഡിൻ്റെ ആസ്ഥാനം മാറ്റുക എന്ന് പറയുന്നത് ഇന്നത്തെ നിലയിൽ വളരെ പരിതാപകരമായൊരു സ്ഥിതിയിലായിരിക്കുന്ന റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? റബ്ബർ കൃഷി കൈയൊഴുകയാണ്. റബ്ബർ ഉൽപ്പാദനത്തിൽ കുറച്ച് കഴിയുമ്പോൾ
റബ്ബറിൻ്റെ ഒരു നല്ല കാലം വരും, 2020 ശേഷം നല്ല വില ഉണ്ടാകും എന്നൊക്കെ വിദഗ്ധർ പറയുന്നുണ്ട്. അക്കാലത്ത് നമുക്ക് റബ്ബർ ഉണ്ടാവുകയില്ല. കാരണം ഈ കൃഷിയെ പരിപോഷിപ്പിക്കുന്നതിനോ നിലനിർത്തുന്നതിനോ കർഷകർക്ക് ശ്രമിക്കാൻ കഴിയുന്നില്ല. ഇതിൻ്റെ പ്രായമായ മരങ്ങൾ വെട്ടി റീപ്ലാന്റിങ് നടത്തുന്നതിന് സാധിക്കുന്നില്ല. പുതിയതായിട്ട് ആരും റബ്ബർ വെച്ച് പിടിപ്പിച്ച് റബ്ബർ കൃഷിയിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ചർച്ചയിലേക്ക് വരുമ്പോൾ ശ്രീ പി എസ് സലീം, ഇവിടെ റബ്ബർ എന്ന വിഷയം ഒരുപക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു പൊളിറ്റിക്സിന്റെ ഭാഗം കൂടിയാണ്, സ്വാഭാവികമായിട്ടും താങ്കൾക്കറിയാം. പക്ഷേ ഈ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമായാലും അതിന് മുമ്പത്തെ സർക്കാരിൻ്റെ കാലത്തായാലും ഒക്കെ തന്നെ റബ്ബർ കർഷകർക്ക് വേണ്ടി കാര്യമായി ഒന്നും ചെയ്തിട്ടില്ല എന്ന വലിയൊരു വിമർശനം നിൽക്കുമ്പോഴാണ് നമുക്ക് ആകെ ഉള്ള ഈ പറഞ്ഞതുപോലെ തന്നെ റബ്ബർ ബോർഡ് എന്തൊക്കെ ചെയ്തു എന്നത് രണ്ടാമതായി നിരീക്ഷിക്കേണ്ട കാര്യമാണ്. പക്ഷേ ആ റബ്ബർ ബോർഡ് പോലും കേരളത്തിൽ നിന്നും പറിച്ചുകൊണ്ടു പോകാനുള്ള ഒരു നീക്കം നടക്കുന്നത്. അല്ല സൗമ്യ, ഇതില് ഈ റബ്ബർ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ വിഷയമല്ല, കേരളത്തിന്റെ അല്ല അത് അതങ്ങനെ സമ്മപ്പ് ചെയ്യരുത്. കേരളത്തിന്റെ ഒരു ബേസിക്കായി കേരളത്തിന്റെ സമ്പദ്ഘടനയെ പിടിച്ചു നിർത്തുന്നതിൽ വളരെ ഒരു ഡിസൈസീവ് റോൾ ഈ റബ്ബർ ഇൻഡസ്ട്രിക്കുണ്ട്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന ഒരു പ്രശ്നം, സ്വാഭാവികമായി റബ്ബറിൻ്റെ വിലയിടിവും വിലവർദ്ധനവും ഒക്കെ അതൊരു ഇൻ്റർനാഷണൽ എക്കണോമിയുമായി റിലേറ്റഡ് ആണ്. പക്ഷേ ഇത്തരം ക്രൈസിസുകളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ ഒരു ഇടപെടൽ നടത്തുന്നത് റബ്ബർ ബോർഡ് തന്നെയാണ്. ഈ BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം UPA ഗവൺമെൻറ് കാലത്ത് റബ്ബർ ബോർഡിൻ്റെ കാലാവധി കഴിഞ്ഞ് പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുവരെയും റബ്ബർ ബോർഡ് അതിനൊരു ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് ഈ സെക്ടറിനോട് കാണിക്കുന്ന ഒരു ക്രൂരമായ അവഗണന എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയില്ല. അത്ര ഒരു ഗുരുതരമായ ഒരു സിറ്റുവേഷൻ ഉള്ളപ്പോഴും ഇത് ഈ ക്രൈസിസ് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ഇതുവരെ കേന്ദ്ര ഗവൺമെൻറ് അതിനൊരു തീരുമാനം എടുക്കുകയോ അതല്ലെങ്കിൽ ഇവിടെ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ റബ്ബർ ബോർഡിന് എന്തെല്ലാം പരിമിതികളുണ്ടെങ്കിലും ഇന്ത്യയിൽ രാജ്യത്ത് റബ്ബറിൻ്റെ വ്യാപനത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവച്ച റബ്ബർ ബോർഡാണ്. ഇതിന് ഏറ്റവും കൂടുതൽ ടെക്നിക്കലായ ഒരു എയ്ഡ് നൽകിയ റബ്ബർ ബോർഡാണ്. കേരളത്തിൽ ഇപ്പം 12 ലക്ഷം റബ്ബർ കർഷകർ കേരളത്തിലുണ്ട്. കേരളത്തിൻ്റെ എക്കണോമി പിടിച്ചു നിർത്തിയത് 2 സെക്ടർ, ഒന്ന് നമ്മുടെ NRI സെക്ടറും 2 കേരളത്തിൽ ഈ റബ്ബർ സെക്ടറിൽ നിന്ന് കിട്ടുന്ന ഇൻകമാണ്. ഇതിൽ ഈ റബ്ബറിൻ്റെ കാര്യത്തിൽ കുറേ കാര്യങ്ങളുണ്ടാവുന്ന പ്രശ്നം, അതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് നടത്തിയ ഒരു ഇൻ്റർവെൻഷൻ അതില്ലായിരുന്നെങ്കിൽ 150 രൂപ കർഷകർ ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനവും വളരെ ഫാസ്റ്റായ ഒരു നടപടിക്രമം ഉണ്ടായിരുന്നില്ലെങ്കിൽ കേരളത്തിലെ റബ്ബർ കർഷകർ ഇന്ന് എവിടെ ചെന്ന് എത്തി നിൽക്കുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ സ്വാഭാവികമായി ഞാൻ പറയേ, ഉത്തരേന്ത്യയിൽ പരുത്തി കർഷകർ പ്രതിസന്ധി നേരിട്ടപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റാണ് ആ പരുത്തി കർഷകർക്ക് സംരക്ഷണം നൽകാൻ വേണ്ടി അതിന് വില നിശ്ചയിച്ച് ആ വിലയുടെ ഡിഫറൻസ് നൽകാൻ കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട്. പക്ഷേ ഇതുവരെയും ഈ റബ്ബർ കർഷകരുടെ കാര്യത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെൻറ് ചെയ്യുന്നതിനപ്പുറത്ത് ഒരു കാര്യം ചെയ്യാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. ഇതിൻ്റെ റബ്ബറിൻ്റെ വിലയിടിവ് പിടിച്ചു നിർത്താനുള്ള ഇന്നലെ നരേന്ദ്രമോദി ചില പ്രഖ്യാപനങ്ങൾ വന്നു. പക്ഷെ ഇതൊന്നും ഒരു പ്രായോഗിക തലത്തിൽ എത്തും എന്ന് നമുക്ക് കരുതാൻ കഴിയാത്തത് ഇതുവരെ ഈ റബ്ബർ സെക്ടറിനോട് ഈ ഗവൺമെൻറ് NDA ഗവൺമെൻറ് പുലർത്തുന്ന വളരെ ക്രൂരമായ ഒരു അവഗണന, അതിന് കേരളം വലിയ വില കൊടുക്കുകയാണ്, റബ്ബർ കർഷകർ വലിയ വില കൊടുക്കുകയാണ്. തിരികെ എത്താം. ശ്രീ PC സിറിയൊക്കെ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഒരു പക്ഷേ ഈ വിഷയത്തിൽ ആധികാരികമായി സംസാരിക്കാൻ താങ്കൾക്ക് കഴിയുമായിരിക്കും. ഈ വിധത്തിൽ റബ്ബർ ബോർഡ് ആസ്ഥാനം കേരളത്തിൽ നിന്ന് തന്നെ മാറ്റാനുള്ളൊരു നീക്കം, പ്രത്യേകിച്ച് ഇത്രയേറെ കർഷകർ ഒരുപക്ഷെ നിരവധിയായി കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്, നിരവധി ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിലുള്ളൊരു സാഹചര്യം കൂടിയാണ്. അപ്പോഴാണ് ഇങ്ങനെയൊരു നീക്കം. ഇത് എത്രത്തോളം അംഗീകരിക്കാനാകുന്നതാണ്? കേരളത്തിൽ നിന്ന് റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം നീക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. കാരണം കേരളത്തിലാണ് ഇന്നും കൃഷിയുടെ 95%, ഉൽപാദനത്തിന്റെ 95%. ഈ സാഹചര്യത്തിൽ ബോർഡിന്റെ ആസ്ഥാനം ഇവിടെ നിന്ന് മാറ്റും എന്ന ഭീതിക്ക് തന്നെ സ്ഥാനമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ 2 വർഷമായി ചെയർമാനെ നിയമിച്ചിട്ടില്ല, സമിതി പുനഃസംഘടിപ്പിച്ചിട്ടില്ല. വളരെ ഭീമമായ അവഗണന ഇപ്പോൾ നിലനിൽക്കുന്നു. അത് റബ്ബറിന്റെ വിലയുടെ കാര്യത്തിലും ശരി, റബ്ബർ ബോർഡ് തന്നെ നിശ്ചലമായി തീർന്നിരിക്കുകയാണ്.
ചെയർമാന്റെ സ്ഥാനം കാര്യമായി കഴിഞ്ഞ് ഒഴിവായി കഴിഞ്ഞിട്ട് 1.5 കൊല്ലമായി. ഇതുവരെ ആരെയും അവിടെ നിയമിച്ചിട്ടില്ല. അതുപോലെ തന്നെ റബ്ബർ ബോർഡിലെ പ്രധാനപ്പെട്ട വകുപ്പ് അധ്യക്ഷന്മാര് 3-4 പദവികൾ ഒഴിഞ്ഞു കിടക്കുന്നു. റിട്ടയർ ചെയ്ത് പോയ സ്ഥലങ്ങളിൽ വേറെ ആളുകളെ നിയമിച്ചിട്ടില്ല. റബ്ബർ ബോർഡ് തന്നെ അതിലെ അംഗങ്ങൾ ഇപ്പൊ ഇല്ല, അവരുടെ കാലാവധി കഴിഞ്ഞു. ചുരുക്കത്തിൽ ബോർഡ് പോലും നിശ്ചലമായിരിക്കുന്നു. ഇത് സർക്കാരിന്റെ റബ്ബറിനോടുള്ള അവഗണനയുടെ ഒരു മുഖം. അതിനേക്കാളൊക്കെ ക്രൂരവും ഗൗരവമായ മറ്റൊരു മുഖമാണ് വില ഇടിഞ്ഞ് ഭയങ്കരമായ പ്രതിസന്ധി ഉണ്ടായി കഴിഞ്ഞിട്ടും അത് പിടിച്ചു നിർത്താൻ യാതൊരു ശ്രമവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നടത്തുന്നില്ല. സംസ്ഥാന സർക്കാർ ദുർബലമായ ചില ശ്രമങ്ങളെങ്കിലും നടത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ റബ്ബറിന്റെ ചുമതല വഹിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്, വാണിജ്യ മന്ത്രാലയത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. എന്നിട്ടും റബ്ബറിന്റെ വിലയിടിവും പ്രതിസന്ധിയും ഒക്കെ കണ്ട വട്ട് നടിക്കുന്നില്ല. അതേ സമയത്ത് പരുത്തി കൃഷിയിലെ പരുത്തി കർഷകരും പ്രധാനപ്പെട്ട ആൾക്കാരാണ്, സമ്മതിച്ചു. പരുത്തിയുടെ വില ഇടിഞ്ഞപ്പോൾ ഗുജറാത്തിലെയും മഹാരാഷ്ട്രത്തിലെയും പരുത്തി കർഷകരെ സഹായിക്കാൻ വേണ്ടി പരുത്തി സംഭരണം നടത്തി. കഴിഞ്ഞ ഒരു കൊല്ലത്തിനകം 17,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിന്റെ കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇതിനു വേണ്ടി വിനിയോഗിച്ചിട്ടുള്ളത്. അതേസമയം റബ്ബറിന്റെ പ്രശ്നം കണ്ടതായി പ്രാവശ്യം പോലുമില്ല. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ കേന്ദ്ര വാണിജ്യ മന്ത്രി ഇവിടെ വന്നു. ഇതെല്ലാം പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി ഉടനെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞു. ഒരനക്കവുമില്ല. ഈ സാഹചര്യത്തില് കർഷകരുടെ ഉൽപ്പന്നം കേന്ദ്രം സംഭരിക്കാനും അതേപോലെ തന്നെ ഒഴുക്ക് നിർത്താൻ നടപടിയെടുക്കണം. വളരെ നന്ദി ശ്രീ PC സിറിയക്ക. ഒരു സാഹചര്യം താങ്കൾ വിശദീകരിക്കുകയുണ്ടായി. ശ്രീ അഡ്വക്കേറ്റ് രാജീവൻ, ഒരു പക്ഷേ റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം മാറ്റുന്നത് സംബന്ധിച്ച് ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഇത്തരം വിഷയങ്ങൾ, ഈ പരുത്തി പോലെ തന്നെ സംരക്ഷിക്കപ്പെടേണ്ട കർഷകർ തന്നെയാണ് റബ്ബറിന്റെ കാര്യത്തിലുമുള്ളത്. അത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഇതിനോടകം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒക്കെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്, അവതരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളിലൊന്നും എന്തുകൊണ്ട് കൃത്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല? കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഒന്ന് ആദ്യം തന്നെ പറയാം, ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ആർക്കും പ്രതീക്ഷയില്ലാത്തൊരു കാര്യമാണ് റബ്ബർ ബോർഡിൻ്റെ ആസ്ഥാനം ഇവിടുന്ന് മാറ്റുന്നു എന്നുള്ളത്. ശരിക്കും റബ്ബറിൻ്റെ വ്യാപനത്തോടനുബന്ധിച്ചിട്ട് നേരത്തെ സൂചിപ്പിച്ച് 12.5 ലക്ഷം കർഷകരാണുള്ളത്. അതിൽ 10.5 ലക്ഷം കർഷകരും കേരളത്തിലാണ്. മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപനത്തിൻ്റെ ഭാഗമായിട്ട് അവിടെയെല്ലാം സോണൽ ഓഫീസുകൾ വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിനകത്തുള്ള കുറച്ച് ഉദ്യോഗസ്ഥന്മാരെ ട്രാൻസ്ഫർ ചെയ്ത് അവിടെ നിർത്തേണ്ടതായിട്ട് വന്നു. അതിന് പ്രകാരം ഉദ്യോഗസ്ഥന്മാർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ആരോപണമെന്ന് പറയാക്കില്ല, ഒരു നടപടിയാണ് ഇവിടെ നിന്ന് മാറ്റാൻ പോകുന്നു എന്നുള്ളൊരു ഭീതി ഉണ്ടാക്കിയത്. ശരിക്കും ആരും ചർച്ച ചെയ്തിട്ടില്ല, ആർക്കും തന്നെ പ്രതീക്ഷയില്ലാത്ത കാര്യമാണ്. ഗവൺമെന്റ് ചെയർമാൻ സ്ഥാനം 2 വർഷമായി ഒഴിഞ്ഞു കിടക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ല, കൃത്യമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നില്ല, സോണൽ ഓഫീസ് അടച്ചിട്ടിരിക്കുന്നു. റബ്ബർ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള കഴിഞ്ഞ നമുക്ക് ഒന്ന് പരിശോധിക്കാം, മുൻ എൻ ഡി എ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 30% ഇറക്കുമതി തീരുമാനം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തെ ഭരിച്ച UPA ഗവൺമെൻറ് കാലത്ത് അത് കുറച്ച് 20% കുറച്ചു. ഈ BJP ഗവൺമെൻറ് വന്നപ്പോൾ 25% വർദ്ധിപ്പിക്കപ്പെട്ടു. നമ്മളത് കണക്കെടുക്കുന്നില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞു സംസ്ഥാന സർക്കാർ കൊടുക്കപ്പെട്ട 150 രൂപ സബ്സിഡി എത്ര പേർക്ക് കിട്ടിയെന്ന് കൂടെ പറയാൻ തയ്യാറാകണം. യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. ഒരു രജിസ്റ്റർ ചെയ്ത എത്ര പേർ കിട്ടി, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പറയുമ്പോൾ രജിസ്റ്റർ ചെയ്ത എത്ര പേർ കിട്ടി എന്നുള്ളത് കൂടെ പറയണം. അത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ഇന്നലെ മേക്കിംഗ് ഇന്ത്യ പദ്ധതിയിൽ റബ്ബർ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സമീപനം സ്വീകരിക്കാൻ പ്രധാനമന്ത്രി തയ്യാറായി. ഒരു പാർലമെൻറ്റ് സെക്ഷൻ നടക്കുന്നതുകൊണ്ട് മാത്രം, ഒരു രാഷ്ട്രീയ വേദിയിൽ പ്രസംഗിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത് റബ്ബർ കർഷകർക്ക് വേണ്ടിയുള്ള ഇവിടെ നിന്ന് വാണിജ്യകാര്യമന്ത്രി വന്ന് പഠിച്ചതിന് പ്രകാരം വ്യക്തമായിട്ട് ഇവിടെയുള്ള കർഷകരുമായിട്ട് സംവേദിച്ചതിൻ്റെ ഫലമായിട്ട് BJP ഗവൺമെൻറ് വ്യക്തമായി റബ്ബർ കർഷകർക്കുള്ള എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കാൻ തയ്യാറാണ്. ഇല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇത് ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗുവാഹട്ടിയിലേക്ക് മാറ്റുന്നു, റബ്ബർ കർഷകരെ കാണുന്നില്ല എന്നുള്ള ഒരു ആ സമീപനമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ്. ഞാൻ തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ ജോർജ് ജോസഫിലേക്ക്. ഇവിടെ റബ്ബർ ബോർഡ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു വിഷയ സെക്കൻഡറിയാണ്, അത് ചർച്ചയിൽ തന്നെ ഉയർന്നു വന്നൊരു വിഷയമാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഒന്ന്, സമിതി ഇതുവരെയും പുനഃസംഘടിപ്പിച്ചിട്ടില്ല. ചെയർമാൻ 2 വർഷമായി ചെയർമാനെ നിയോഗിച്ചിട്ടില്ല. ആ വിധത്തിൽ പലരും സന്നദ്ധരായി മുന്നോട്ട് വന്നു എങ്കിലും അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ് പോലും കേന്ദ്ര സർക്കാരിൽ നിന്നും ഉണ്ടാകുന്നില്ല. രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കം നടക്കുന്നു എന്ന് പൊതുവായ ആരോപണങ്ങൾ. ഈ ഒരു സാഹചര്യത്തിൽ റബ്ബർ ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഇതിൻ്റെ നവീകരണത്തിലൂടെ ഒരു പക്ഷേ ഇന്നത്തെ ഈ കേരളത്തിലെ വിഷയങ്ങളിൽ, സാമ്പത്തിക വിഷയങ്ങളിലൊക്കെ തന്നെ ഒരു പരിധിവരെ പരിഹാരം കാണാവുന്നതല്ലേ?
അല്ല, റബ്ബർ ബോർഡ് മാത്രം പുനഃസംഘടിപ്പിച്ചുകൊണ്ടോ റബ്ബർ ബോർഡിൽ ഉദ്യോഗസ്ഥരെ നിയമിച്ചതുകൊണ്ടോ മാത്രം റബ്ബറിൻ്റെ വിപണി രക്ഷപ്പെടാൻ പോകുന്നില്ല. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര വിഷയങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പല ഘടകങ്ങളുണ്ട് റബ്ബർ വിലയിടിവിൻ്റെ കാര്യത്തിൽ. പക്ഷേ റബ്ബറിൻ്റെ കാര്യത്തിൽ ഒരു പ്രോത്സാഹനവും ചില കാര്യങ്ങളും സഹായങ്ങളും വിദഗ്ധോപദേശങ്ങളും റബ്ബറിൻ്റെ ടാപ്പിങ്ങിൻ്റെ കാര്യത്തിലുള്ള പല വിവിധ ടെക്നിക്കുകൾ, അത് സംസ്കരിക്കുന്ന കാര്യത്തിലുള്ള പല രീതികൾ, ശാസ്ത്രീയമായിട്ടുള്ള ഒട്ടേറെ അറിവുകൾ, അതൊക്കെ കർഷകർക്ക് പകർന്നു കൊടുക്കുന്നതിന് റബ്ബർ ബോർഡിനെ കൊണ്ട് കഴിയും. തീർച്ചയായിട്ടും ഇത് വളരെ ശാസ്ത്രീയമായ രീതിയിൽ കൃഷി ചെയ്യുകയും സംസ്കരിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റാണ് റബ്ബർ എന്ന് പറയുന്നത്. അങ്ങനെ റബ്ബറിൻ്റെ പാല് എടുത്ത് അത് സംസ്കരിച്ച് ഷീറ്റാക്കുന്നതിലൊക്കെ അതിൻ്റെ സാങ്കേതിക വൈദഗ്ധ്യവും ക്വാളിറ്റിയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന് ഉദ്ദേശിച്ച വില കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ തന്നെ റബ്ബർ ഷീറ്റിനെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര മാർക്കറ്റിൽ നമുക്ക് എക്സ്പോർട്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ വളരെ പിന്നിൽ നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അതൊക്കെ മറികടക്കുന്നതിനും സാങ്കേതികമായ വൈദഗ്ധ്യവും അതുപോലെ റീപ്ലാന്റിങ്ങിനുള്ള സബ്സിഡികൾ, പുതിയതായി പ്ലാന്റേഷനുള്ള സഹായങ്ങൾ, ഇതൊക്കെ ചെയ്യുന്നതിന് റബ്ബർ ബോർഡിനെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. അപ്പോൾ ആ സ്ഥാനത്ത് 1.5 വർഷമായിട്ട് റബ്ബർ ബോർഡിന് ചെയർമാനില്ല, നാഥനില്ലാത്തൊരു കളരി പോലെ അതാവുന്നത് തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ്. അത് ദോഷകരവുമാണ്. അതിന് അടിയന്തരമായിട്ട് സർക്കാർ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം സാധാരണ സീനിയർ IAS ഉദ്യോഗസ്ഥന്മാരെയാണ് റബ്ബർ ബോർഡിൻ്റെ ചെയർമാനായിട്ട് നിയമിക്കാറ്. അതുപോലെ ബോർഡിൽ അംഗങ്ങൾ ഉണ്ടാവണം. കർഷകരുടെ പ്രതിനിധികൾ ബോർഡ് പുനഃസംഘടിപ്പിക്കണം. കർഷകരുടെ പ്രതിനിധികൾ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രാതിനിധ്യം ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്കിൽ മാത്രമാണ് ഈ പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് അവിടെ അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. അതുപോലെ ഉയർന്ന റബ്ബർ പ്രൊഡക്ഷൻ കമ്മീഷണർ അടക്കമുള്ള സെക്രട്ടറി അടക്കമുള്ള പോസ്റ്റുകൾ അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആവുമ്പോൾ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ ആരുമില്ല. ഇപ്പോൾ സ്പൈസസ് ബോർഡ് ചെയർമാൻ താൽക്കാലിക ചുമതല വഹിക്കുകയാണ് റബ്ബർ ബോർഡിൻ്റെ കൂടി. അതൊരു കാര്യങ്ങൾ ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകുന്നതിനും ശമ്പളം കൊടുക്കുന്നതിനും മറ്റു കാര്യങ്ങളുമൊക്കെ നടന്നു പോകും എന്നതിൽ കവിഞ്ഞ് ഒരു ഇനീഷ്യേറ്റീവ് ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. അത്ര ഇനീഷ്യേറ്റീവ് ഇന്ന് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വില കുറഞ്ഞതോടുകൂടി റബ്ബറിൻ്റെ ഉൽപ്പാദനം വളരെ കുറഞ്ഞു. റബ്ബർ പുതിയതായിട്ട് ആരും കൃഷി ചെയ്യുന്നില്ല. 10 ലക്ഷം ടണ്ണിനോളം അടുത്ത്, അതായത് 1 മില്യൺ ടൺ വരെ റബ്ബർ ഏകദേശം, അത് ക്രോസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അതിൻ്റെ അടുത്ത് വരെ റബ്ബർ നമ്മൾ ഉൽപ്പാദിപ്പിച്ചിരുന്നു. പക്ഷേ ഇന്നത് 6 ലക്ഷം ടണ്ണിലേക്ക് താഴെ പോയിരിക്കുന്നു. അപ്പോൾ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ഉപഭോഗം എത്രയാണെന്ന് ആലോചിക്കണം. 10 ലക്ഷം ടണ്ണിന് മുകളിലാണ്. അപ്പോൾ 4 ലക്ഷം ടണ്ണെങ്കിലും നമുക്ക് കുറവുണ്ട്. അത് വീണ്ടും ഉൽപ്പാദനം കുറയുകയാണെങ്കിൽ ഈ ഗ്യാപ്പ് കൂടുതലായി വരും. അങ്ങനെ വരുമ്പോൾ റബ്ബറിൻ്റെ വില മെച്ചപ്പെടുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അന്താരാഷ്ട്ര വിപണി മെച്ചപ്പെടുന്ന സാഹചര്യത്തിൽ റബ്ബറിൻ്റെ കാര്യത്തിൽ നമ്മൾ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട ഒരു പരിതസ്ഥിതി വരും. അപ്പോൾ ഉള്ള റബ്ബർ തന്നെ ഇവിടെ ഇല്ലാതാവുകയാണ് വില കുറഞ്ഞ കാലഘട്ടത്തിൽ. അതുകൊണ്ടാണ് കൃഷിയെ രക്ഷിച്ചെടുക്കുന്നതിന് ഗവൺമെൻറ് ഇടപെടണം എന്ന് പറയുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാർ കൃത്യമായി ഇക്കാര്യത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള അലംഭാവം തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല. അവരാകെ ഒരു 5% ഇറക്കുമതി തീരുവ ഉയർത്തി എന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ ആ ഇറക്കുമതി തീരുവ 25% ഡ്യൂട്ടി ഉണ്ടെങ്കിൽ പോലും വിദേശത്ത് വളരെ താഴ്ന്ന നിലയുള്ളതുകൊണ്ട് 25% ഡ്യൂട്ടി അടച്ച് ഇറക്കുമതി നടത്തിയാലും വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ലാഭകരമാണ്. ആ ഒരു അവസ്ഥയിലേക്ക് അത് വന്നു. അതേസമയത്ത് ഇപ്പോൾ കർഷകരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നടപടികൾ എടുക്കണം. കർഷകരെ രക്ഷിച്ച് നിർത്തിയില്ലെങ്കിൽ റബ്ബർ അന്യം നിന്ന് പോകുന്നൊരു കാര്യത്തിലേക്ക് വരും. ഒരു ഭാഗത്ത് കർഷകരെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. സ്വാഭാവികമായും അന്താരാഷ്ട്ര വില അനുസരിച്ച് അടക്കമുള്ള കാര്യങ്ങളിൽ ഇരിക്കും. അവിടെ കേന്ദ്ര സർക്കാർ ഒരു പരിധി വരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളൊരു സാധ്യതയുമുണ്ട്. അതോടൊപ്പം തന്നെ റബ്ബർ ബോർഡിൻ്റെ കാര്യത്തിലായാലും ഈ വിധത്തിലുള്ള തീരുമാനങ്ങൾ എടുത്ത് ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു പ്രചോദനം കർഷകർക്ക് നൽകാൻ, ഭാവിയിൽ നമുക്ക് പൂർണ്ണമായും മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള ഒരു സാഹചര്യമൊക്കെ ഇവിടെ സംസ്ഥാന സർക്കാരിന് എന്താണ് ചെയ്യാൻ കഴിയുക? അല്ല സൗമ്യ, സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ ഒരു ഗവൺമെൻറ് ചെയ്യുന്നതിൻ്റെ മാക്സിമം ഈ നിമിഷം വരെ രജിസ്റ്റർ ചെയ്ത മുഴുവൻ കർഷകർക്കും 150 രൂപ വില നൽകാൻ ഈ ഗവൺമെൻറ് കഴിഞ്ഞു എന്നുള്ളത് കേരള സർക്കാരിൻ്റെ എല്ലാ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു വലിയ നേരത്തെ പറഞ്ഞ വിഷയമാണ്. പക്ഷേ ഇവിടെ കർഷകരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റബ്ബർ എന്ന് പറയുന്ന വിഷയം നമ്മൾ പൂർണ്ണമായും മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോകേണ്ട ഒരു അവസ്ഥ വരികയാണ്. അല്ല, എന്തായാലും കേരളത്തിൽ ഈ റബ്ബർ കൃഷി
സംരക്ഷിച്ചു നിർത്താൻ ഈ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ്. അതിന് എന്ത് വില കൊടുത്തും അത് കൃത്യമായി അത് നിലനിർത്തി മുമ്പോട്ട് പോകും. മുഖ്യമന്ത്രി ഇന്നലെ പ്രധാനമന്ത്രിയെ കണ്ട് സംസാരിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കർഷകർക്ക് ഈ 150 രൂപ വില നൽകാനുള്ള കേന്ദ്ര സഹായം നൽകണം എന്നുള്ളതാണ്. ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഏറ്റവും ഗൗരവമായി ആവശ്യപ്പെട്ട വിഷയങ്ങളൊന്നാണ്. ഇത് നേരത്തെ എപ്പോൾ പറഞ്ഞ വിഷയമാണെങ്കിലും ഇച്ഛാശക്തിയുള്ളൊരു ഗവൺമെൻറ് മാത്രമേ ഈ ദിവസവും റബ്ബർ വില ഭീകരമായി തകർന്നു പോകുമ്പോഴും ഈ സെക്ടർ പിടിച്ചു നിർത്താൻ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ നിമിഷം വരെ 150 രൂപ നൽകാൻ കഴിഞ്ഞു. പക്ഷേ ബോർഡിന്റെ വിഷയത്തിലുള്ള അനിശ്ചിതത്വങ്ങൾ അക്കാര്യങ്ങളൊക്കെ നീക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിലൊരു സമ്മർദ്ദം ചെലുത്താൻ ഈ എത്ര തവണ ഓൾ പാർട്ടി ഡെലിഗേഷനിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യം റബ്ബർ ബോർഡ് അടിയന്തരമായി പുനഃസ്ഥാപിക്കും. ഇപ്പം ഇവിടെ ജോർജ് സൂചിപ്പിച്ച പോലെ ഡേ ടു ഡേ റൊട്ടീൻ കാര്യങ്ങൾ അവിടെ യാന്ത്രികമായി നടക്കുന്നു എന്നുള്ളതല്ലാതെ സ്പൈസസ് ബോർഡ് ചെയർമാന് അഡീഷണൽ ചുമതലയാണ് റബ്ബർ ബോർഡ് ചെയർമാൻ്റേത്. ഇത് ഏറ്റവും കേരളത്തിൽ റബ്ബർ ബോർഡ് ചെയർമാനും റബ്ബർ ബോർഡ് ആ ബോർഡ് എന്ന് പറയുന്നത് വളരെ ഇന്നോവേറ്റബിളായി അങ്ങനെ ഒരു ബോർഡില്ലാതെ ഇന്ത്യയിൽ ഈ പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അത്ര ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു ബോഡിയാണ് റബ്ബർ ബോർഡ്. അങ്ങനെ ഒരു ബോഡി ഇന്ന് ഇൻ എഫക്റ്റ് അതില്ലാതിരിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ നമ്മളിപ്പോൾ എന്ത് ഇൻ്റർനാഷണൽ ഫിനോമിനം പറഞ്ഞാലും ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇറക്കുമതി നയമാണെങ്കിലും ഇതൊക്കെ ഇവിടെ സൂചിപ്പിച്ചാലും ഒരു ബോർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും. അത്ര ഒരു ഇൻ്റർവെൻഷൻ നടത്താൻ മറ്റൊരു ബോഡിക്ക് കഴിയില്ല. അപ്പം കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും ഒരു ഇടപെടൽ തീർച്ചയായും ഈ ബോർഡിൻ്റെ അസാന്നിധ്യത്തിൽ അത് വളരെ ദുഷ്കരമാവുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ അതിനുവേണ്ടി പേ ചെയ്യേണ്ടി വരുന്നത് കേരളത്തിലെ റബ്ബർ കർഷകരാണ്. അഡ്വക്കേറ്റ് രാജീവൻ, ഇവിടെ ബോർഡിന്റെ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ബോർഡ് നവീകരിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ആവശ്യമായി മുന്നോട്ട് വരുമ്പോഴാണ് ബോർഡിന്റെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെയർമാൻ സ്ഥാനത്തേക്ക് വരുവാൻ സന്നദ്ധരായി നിരവധി പേർ ആ വിധത്തിലൊക്കെ സന്നദ്ധത അറിയിച്ചിരുന്നു. പക്ഷെ അവിടെ പോലും കൃത്യമായി നിയമിക്കുന്ന മനഃപൂർവ്വമായ ഒരു അവഗണന ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഒരിക്കലുമില്ല. ബോർഡ് വന്നതുകൊണ്ട് മാത്രം എല്ലാം പ്രതിസന്ധി തീരുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ പറഞ്ഞില്ല. പക്ഷേ അവിടെ കർഷകർക്ക് നൽകാവുന്ന പ്രചോദനം നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു. റബ്ബർ കർഷകർ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് നെല്ലിന് കൊടുത്തതുപോലെയോ തേങ്ങയ്ക്ക് കൊടുത്തതുപോലെയോ ഉള്ള ഒരു പ്രയോറിറ്റിയും സത്യത്തിൽ അതിനപ്പുറത്തേക്ക് ഒരു പ്രയോറിറ്റി അതിനപ്പുറത്തേക്കാണ് റബ്ബർ കർഷകർ കൊടുത്തിട്ടുള്ളത്. ലാളിച്ച് കൊഞ്ചിച്ച് വഷളാക്കിയ കുട്ടി എന്ന് പറയുമ്പോഴാണ് റബ്ബറിൻ്റെ. അപ്പോൾ പരുത്തിയോ പരുത്തി ഇതിനകത്ത് പ്രശ്നം എന്താണ്? നമ്മൾ അതുകൊണ്ട് ആസിയാൻ കരാറിൻ്റെ ഭാഗമായിട്ട് നാണ്യവിളകൾ ഇത് മാറി വ്യവസായിക വിളയാക്കി മാറ്റി റബ്ബറിനെ. ഞങ്ങളല്ല ചെയ്തത്, അത് BJP അല്ല ചെയ്തത്. അത് യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അത് ആസിയാൻ കരാറിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ വ്യവസായ വിളയുടെ ഭാഗമാണ്. അപ്പോൾ കാർഷിക വിളകൾക്ക് കിട്ടുന്ന അതേ നയം ഇപ്പുറത്ത് കിട്ടത്തില്ല. ഇതൊരു ഫാക്റ്റാണ്. ഇതൊക്കെ ഇത് നേരത്തെ UPA ഗവൺമെൻറ് കാലത്ത് ഇതേപോലെ കുറഞ്ഞിട്ടുണ്ട്. ആരും വിഷയം ബഹളത്തിന് വന്നിട്ടില്ല. ഇതൊരു വേറൊരു രാഷ്ട്രീയ അജണ്ട കൂടെ ഉണ്ട് ഇതിനകത്ത്. ഇതിനൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ടാണ് നടത്തപ്പെടുന്നത്. ഇതിനെക്കാട്ടിയും UPAയുടെ ഗവൺമെൻറ് ഭാഗത്ത് റബ്ബറിൻ്റെ വില ഇതിനെക്കാട്ടി അന്താരാഷ്ട്ര ഫിനോമിന അനുസരിച്ച് കുറഞ്ഞ സമയത്ത് ഇത്രയും വിഷയങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പാർലമെൻറ്റിൽ സംസാരിക്കാമല്ലോ. ആവശ്യമില്ലാത്ത നടക്കാത്ത കേരളത്തിലെ ഒരുപാട് വിഷയങ്ങൾക്ക് വേണ്ടി ചുമ്മാ കിടന്ന് ജൽപ്പന നടത്തുന്ന കേരളത്തിലെ നേതാക്കളുണ്ടല്ലോ. മുഖ്യമന്ത്രി എത്ര പ്രാവശ്യം പോയി കണ്ടു? MP മാരുണ്ടല്ലോ. എന്താ റബ്ബറിനെ കുറിച്ച് സംസാരിക്കാത്തത്? ബഹളം ഒന്നും ഉണ്ടാക്കാത്തത് എന്താ? അപ്പോൾ അതൊന്നുമില്ല. ഇതൊരു പൊളിറ്റിക്കൽ അജണ്ട മാത്രമാണ് ഇതിനകത്തുള്ളത്. ബോർഡില്ല, ഗുവാഹട്ടി പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുക, അതുവഴി ഉണ്ടാക്കാൻ പോകുന്ന പൊളിറ്റിക്കലായിട്ടുള്ള ഗുണം ഉണ്ട് പറയുന്ന ആൾക്കാർക്ക് എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം. ഇവിടെ ശ്രീ ജോർജ് ജോസഫ്, ഈ വിധത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റബ്ബറിന്റെ വിലയും മറ്റുള്ള കാര്യങ്ങളുമാണെങ്കിൽ തന്നെ അന്താരാഷ്ട്ര വില അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടേ നടക്കുകയുള്ളൂ. പക്ഷെ നിലവിൽ കേരളത്തിൽ കർഷകർ നേരിടുന്ന പ്രതിസന്ധി അതിനെ മറികടക്കാൻ സ്ഥായിയായ ഒരു പരിഹാര മാർഗമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതിന് ആദ്യം നമ്മൾ വേണ്ടത് നമുക്ക് ഇരു ഗവൺമെൻറ്റുകൾക്കും ഇച്ഛാശക്തി പ്രകടമാകണം. ഇപ്പോൾ വന്നിട്ടിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിലെ 3 തരത്തിലാണ് ഈ റബ്ബർ കൃഷി മേഖല ഉള്ളത്. ഒന്ന് ചെറുകിട
മേഖല, ചെറിയ 1 ഏക്കർ 2 ഏക്കർ കൃഷിയുള്ളവർ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടത്തരം സെക്ടർ, മീഡിയം സെക്ടറിൽ ഉള്ള കർഷകരുണ്ട്. പിന്നെ പ്ലാന്റേഷൻ സെക്ടറിൽ വൻതോതിൽ വിപുലമായി കൃഷി ചെയ്യുന്ന ഈ 3 മേഖലകൾ നമ്മൾ എടുക്കുമ്പോൾ ഇതിൽ വരുന്ന ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കണക്കാക്കിയിരിക്കുന്നത് 120 രൂപയാണ്. 1 കിലോ റബ്ബർ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആവറേജ് അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് 120 രൂപ വരെയാണ്. പക്ഷേ ഇന്ന് കർഷകർക്ക് 100 രൂപ പോലും കിട്ടുന്നില്ല. പേപ്പറിൽ കാണുന്ന അല്ലെങ്കിൽ ബോർഡ് നൽകുന്ന വില മാർക്കറ്റിൽ യഥാർത്ഥത്തിൽ കർഷകർക്ക് കിട്ടുന്നില്ല. അവർ കൊണ്ടുപോയി ചെല്ലുമ്പോൾ റബ്ബർ എടുക്കാൻ ആളില്ല. ഡീലേഴ്സ് പലരും പല പ്രതിസന്ധികൾ കാരണം റബ്ബർ എടുക്കുന്നില്ല. എടുക്കുന്നതിൽ തന്നെ 100 രൂപ അല്ലെങ്കിൽ കുറച്ചുകൂടെ താഴ്ത്തി ആണ് എടുക്കുന്നത്. അപ്പോൾ ആ വിലയ്ക്ക് ഉൽപ്പാദന ചെലവ് മീറ്റ് ചെയ്യാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ 150 രൂപ വില എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു നിലനിൽപ്പ് സാധ്യമാക്കുന്ന ഒരു വിലയാണെന്ന് നമുക്ക് പറയാം. ആ 150 രൂപ വിലയ്ക്ക് എന്തുകൊണ്ടാണ് റബ്ബറിൻ്റെ വില ഇന്ത്യയിൽ ഇടിയാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ കൺസ്യൂം ചെയ്യുന്ന വ്യവസായികൾ വിദേശത്തുനിന്ന് അനുസ്യൂതം റബ്ബർ ഇറക്കുമതി ചെയ്യുകയാണ്. 4 ലക്ഷത്തിലധികം ടണ്ണാണ് കഴിഞ്ഞ വർഷം നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടത്. ഇപ്പോഴും ആ വില ഇറക്കുമതി തുടരുന്നു. കേരളത്തിൽ 100 രൂപ വിലയുള്ളപ്പോൾ SMR 20 സ്റ്റാൻഡേർഡ് മലേഷ്യൻ റബ്ബർ എന്ന് പറയുന്ന റബ്ബർ 85 രൂപയ്ക്കും 80 രൂപയ്ക്കും വിദേശ വിപണിയിൽ കിട്ടും. അപ്പോൾ അതിന് ഡ്യൂട്ടി 25% ഡ്യൂട്ടി അടച്ച് ഇവിടെ കൊണ്ടുവന്നാൽ പോലും 100 രൂപയിൽ താഴെ വില വരുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മളെ വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവർ കുറഞ്ഞ നിരക്കിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് പോകുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് ഇന്നത്തെ ആഗോള സാഹചര്യത്തിൽ അത് തടയാനും പ്രയാസമാണ്. അങ്ങനെ വരുമ്പോൾ ഈ 150 രൂപയ്ക്ക് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടെ ചേർന്ന് 150 രൂപയ്ക്ക് കർഷകരിൽ നിന്നും റബ്ബർ സംഭരിക്കണം. ആ സംഭരിക്കുന്ന റബ്ബർ അന്താരാഷ്ട്ര വിലയ്ക്ക് ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ട് വ്യവസായികൾക്ക് കൊടുക്കാൻ കഴിയണം. അതിന് ഈ പറഞ്ഞതുപോലെ ഒരുപാട് നഷ്ടം സഹിക്കേണ്ടി വരും. കിലോയ്ക്ക് 10-50 രൂപയൊക്കെ നഷ്ടം സഹിച്ചുകൊണ്ട് വേണം വ്യവസായികൾക്ക് അങ്ങനെ കൊടുക്കാൻ. അങ്ങനെ കൊടുക്കുമ്പോൾ ആയിരക്കണക്കിന് കോടി രൂപ അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റബ്ബർ കൃഷി അന്യം നിന്ന് പോകാതിരിക്കാൻ, റബ്ബർ കൃഷി രാജ്യത്ത് ഇല്ലാതാകാവുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി 1000, 1500, 2000 അല്ലെങ്കിൽ 3000 കോടി രൂപയോ മുടക്കിയാൽ പോലും ഈ കർഷകരെ സംരക്ഷിക്കണം. കർഷകരെ സംരക്ഷിച്ച് നിർത്തേണ്ട ബാധ്യത അവരുടെ ക്രൈസിസ് പീരീഡിൽ ഗവൺമെൻറ്റിനല്ലാതെ ആർക്ക് ചെയ്യാൻ കഴിയും? വ്യവസായികൾ കൂടുതൽ വിലയ്ക്ക് വന്ന് റബ്ബർ എടുത്ത് കർഷകരെ രക്ഷിക്കില്ല. മറ്റേതെങ്കിലും രീതിയിൽ നമുക്ക് റബ്ബർ കർഷകരെ രക്ഷിക്കാൻ കഴിയില്ല. ഈ സാഹചര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് ഫണ്ടുകളുള്ളത്. അതിനുവേണ്ടി ചെലവഴിക്കാൻ ഗവൺമെൻറ്റിന് മാത്രമേ നഷ്ടം സഹിച്ച് ചെലവഴിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ 2020 ശേഷം റബ്ബർ വില മെച്ചപ്പെടുമ്പോൾ ഇന്ത്യയിൽ റബ്ബർ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ 150 രൂപയ്ക്ക് എങ്കിലും റബ്ബർ സംഭരിച്ച് ആ സംഭരിക്കുന്ന ഒരു 2 ലക്ഷം ടണ്ണിൻ്റെയെങ്കിലും റബ്ബർ സംഭരണം നടത്തി ആ സംഭരിക്കുന്ന റബ്ബർ വ്യവസായികൾക്ക് അന്താരാഷ്ട്ര വിലയ്ക്ക് അവർക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ എന്ത് ചിലവ് വരുന്നോ ആ ചിലവിൽ കൊടുക്കാൻ കഴിയണം. അതാണ് ഇതിന് പരിഹാരം. അല്ലാതെ കർഷകരെ എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്ത് അവർക്ക് കുറച്ച് പൈസ അതിലേക്ക് കൊടുത്തു, കുറേ ആളുകൾ അങ്ങനെ സഹായിച്ചു ഇങ്ങനെ സഹായിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില താഴില്ല. ഇപ്പം നമുക്ക് ഉദാഹരണം നോക്കിയാൽ കഴിഞ്ഞ ബഡ്ജറ്റിലാണ് ഈ 300 കോടി രൂപ ഇതിനു വേണ്ടി നീക്കിവെച്ച് ഈ വിലസ്ഥിരത ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത്. പക്ഷേ ആ പ്രഖ്യാപനം വന്നു, ചെറിയ നടപടികൾ എടുത്തു, പരിമിതമായ രീതിയിലാണ് സംസ്ഥാന ഗവൺമെൻറ് ചെയ്തിട്ടുള്ളൂ. ആ നടപടികൾ എടുത്തിട്ടും റബ്ബർ വില എങ്ങോട്ടാണ് പോയത്? 1 രൂപ മുകളിലേക്ക് പോയോ? വളരെ തകർച്ചയിലേക്കല്ലേ പോയത്. അപ്പോൾ ഇഫക്റ്റീവ്നെസ് ഇല്ല, അല്ലെങ്കിൽ ഗവൺമെൻറ്റുകളുടെ നടപടി ഇനഫക്റ്റീവാണെന്ന് വളരെ സത്യമായിട്ട് പകൽ പോലെ ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ പോലെ വ്യക്തമായിരിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ റബ്ബർ സംഭരിച്ച് ഇന്ന് വ്യവസായികൾക്ക് നൽകിക്കൊണ്ട് ഇറക്കുമതി ഒഴിവാക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് റബ്ബർ കർഷകരെ രക്ഷിക്കാൻ കഴിയുള്ളൂ. അതിനുവേണ്ടി ഇച്ഛാശക്തിയോടുകൂടി ഇടപെടാൻ ഗവൺമെൻറ്റുകൾക്ക് കഴിയുന്നില്ല. കേന്ദ്ര സർക്കാരാണെങ്കിൽ ഇങ്ങോട്ടൊരു ചിറ്റമ നയം കാണിക്കുന്നു. കേരളത്തിലെ ആളുകൾ ഒരുപക്ഷെ ഇവിടെ രാഷ്ട്രീയമായിട്ട് അവർക്ക് ഒന്നും ഗെയിൻ ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇത് ചെയ്യുന്ന കർഷകരെ രക്ഷിച്ചിട്ട് മലയോര മേഖലയിലെ കൂടുതൽ ക്രിസ്ത്യാനികളാണ് ഈ രംഗത്തുള്ളത്. അങ്ങനെയൊക്കെയുള്ള ചില പരിഗണനകളായിരിക്കാം എന്തോ മറ്റ് കർഷകരെ, ഇന്ത്യയിലെ മറ്റ് കർഷകരെ കാണുന്നൊരു
കാണാതെ പോകുന്നു എന്നുള്ളത് വസ്തുതയാണ്. അത് ആരും നിഷേധിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു ആത്മാർത്ഥയില്ലാത്ത സ്റ്റെപ്സ് ഇരു ഗവൺമെൻറ്റുകളും നടക്കുന്നത് കൊണ്ടാണ് ക്രൈസിസ് രൂക്ഷമാവുന്നത്. കർഷകരെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കാൻ കഴിയുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. 1, 2 അല്ലെങ്കിൽ 3, 4 വർഷം കൂടി ഈ രീതിയിൽ എങ്ങനെ മുമ്പോട്ട് പോകും? പറഞ്ഞൊരു കാര്യം, സംസ്ഥാന സർക്കാർ ചെയ്യുന്നില്ല, കേന്ദ്ര സർക്കാർ ചെയ്യുന്നില്ല. കേന്ദ്ര സർക്കാർ ചെയ്യുമ്പോൾ മാത്രം ക്രിസ്ത്യാനികളായതുകൊണ്ടും സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് ക്രിസ്ത്യാനികളെന്ന് പറയണം. ഇതൊരു ഇരട്ട താപ്പാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടത്. ഇത് ഒരു അജണ്ടയുടെ ഭാഗത്തിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. സാറ് പറയുമ്പോൾ കർഷകരെ സംസ്ഥാന ഗവൺമെൻറ്റും ചെയ്തിട്ടില്ലെങ്കിൽ അത് ക്രിസ്ത്യാനികളായതുകൊണ്ടാണെന്ന് കൂടെ ചോദിക്കണം. അത് BJP ആയതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾക്ക് ചെയ്യാൻ അങ്ങനെ ഒരു അതൊരു വെർഷനാണ്. അത് ചെയ്യരുത്, അത് പറയരുത്. അത് രണ്ടാവട്ടെ, UDF-ന്റെ ഒരുപാട് ആൾക്കാർ വോട്ട് ബാങ്ക് എന്നുള്ള ഒരു അത്ര ഉദ്ദേശിച്ചുള്ളൂ. അല്ല, അതിനകത്ത് വേറെ വിവാദത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. എന്തായാലും ആ രീതിയിലൊരു നടപടി ഉണ്ടാവും. രണ്ടാമത് അദ്ദേഹം സൂചിപ്പിച്ച ഇച്ഛാശക്തിയിലേക്ക് വരാം. ആ ഒരു തീരുമാനം ഉണ്ടാവും. നഷ്ടം സഹിച്ചും റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, റബ്ബർ മേഖലയിലെ തകർച്ച പരിഹരിക്കാൻ കേന്ദ്രം തയ്യാറാണ്. അത് പഠനങ്ങളിലൂടെ മാത്രമേ പറ്റൂ. നേരത്തെ സാർ തന്നെ സൂചിപ്പിക്കപ്പെട്ടത് അവർക്ക് വൈദഗ്ധ്യം കൊടുക്കപ്പെടണം. അതുകൊണ്ടാണ് മേക്കിംഗ് ഇന്ത്യ പദ്ധതിയിൽ ഇത് ഉൾക്കൊള്ളിക്കപ്പെട്ടത്. മേക്കിംഗ് ഇന്ത്യ പദ്ധതിയിൽ റബ്ബറിനെ ഉൾക്കൊള്ളിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പ്രോഡക്ടിവിറ്റി, ഉൽപ്പാദനം ഉണ്ടാക്കുന്ന സാധനം, അതിന് ട്രെയിനിങ് കൊടുക്കപ്പെടുന്നു, അതിന് കാര്യക്ഷമ വർദ്ധിപ്പിക്കപ്പെടുന്ന എല്ലാ പദ്ധതിയും കൂടെ ഉള്ളതാണ്. ഇതാണ് രാഹുൽ ഗാന്ധിക്ക് പറ്റിയതാണ്. ഇത് പ്രഖ്യാപനമാണെന്ന് ഈ നാട്ടിലെ ചെറുപ്പക്കാർ പറഞ്ഞ അല്ല എന്ന് പറഞ്ഞു. ചെറുപ്പക്കാർ പറഞ്ഞു അതല്ല എന്ന് പറഞ്ഞു. ഇതിന്റെ പ്രഖ്യാപനങ്ങളിൽ പഠിച്ചിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ള ആൾക്കാരായിട്ടുള്ള ഈ പുതിയ തലമുറയുണ്ട്. അവരാരും ഇല്ല എന്ന് പറയത്തില്ല. അല്ല, രാജീവ് ഗവൺമെന്റ് വന്നിട്ട് ഇത് ഇപ്പൊ ഇന്നലെ വന്നൊരു ഗവൺമെന്റ് അല്ല, നിങ്ങൾ അങ്ങനെ കരുതരുത്. നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ ഗവൺമെന്റ് വന്നിട്ട് UPA ഗവൺമെന്റ് കാലഘട്ടത്തിൽ വന്ന് 20% ഇറക്കുമതി 20% ആക്കിയപ്പോൾ എല്ലാവരും സംഭരിക്കപ്പെട്ടു. BJP ഗവൺമെന്റ് വന്നിട്ട് എന്താ ചെയ്തത്? ക്രൈസിസ് ഇല്ലായിരുന്നു. 6 പ്രൊഡക്ടിവിറ്റി ഇവിടെ വരുന്ന സാധനത്തിനകത്ത് 6 മാസത്തിനകത്ത് അതിന്റെ പ്രൊഡക്റ്റീവ് ഗുഡ്സായിട്ട് പുറത്ത് കൊണ്ടുപോകണം. 36 മാസമായിരുന്നു കൈവശം വെക്കാനുള്ള അവകാശം. അത് 6 മാസമാക്കി ചുരുക്കപ്പെട്ടത് ഈ ഗവൺമെന്റ് കാലഘട്ടത്തിലാണ്. ഒന്നും ചെയ്തില്ല എന്നൊന്നും പറയല്ലേ. അന്ന് ഈ ഗവൺമെന്റ് കാലഘട്ടത്തിൽ കഴിഞ്ഞ ഇത്രയും ക്രൈസിസിലായിരുന്നില്ല. ക്രൈസിസിലായ ഇവിടെ UP-യും CPM-ഉം എല്ലാം കൂടെ ഒരുമിച്ച് ഭരിക്കും. ഈ CPM എന്തിനാ മാറിയത്? എല്ലാവരും ഒരുമിച്ചിരുന്നപ്പോൾ ASEAN കരാർ ഉൾപ്പെട്ടപ്പെട്ടു. അതിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം സംഭവിക്കപ്പെടുന്നത്. അതൊന്നും നമ്മൾ മറച്ചു വെക്കരുത്. യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് നമ്മളൊന്നും സംസാരിക്കപ്പെടരുത്. കരാർ എന്നൊക്കെ പറഞ്ഞ് ഇത് നമ്മൾ ഇതൊരു ബ്രോഡ് ആസ്പെക്ടിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. അതിന് BJP എതിർത്തിട്ടില്ലല്ലോ. BJP-യുടെ എതിർപ്പ് അതിലുണ്ടായിരുന്നു. ഒരു നിലപാട് പറയുമ്പോൾ ആ നിലപാടുമായി ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് സംസാരിക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങൾ വ്യക്തമായിട്ട് ഓരോ വിഷയത്തിനും അതിൻ്റെതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള നമ്മുടെ സാഹചര്യം പറഞ്ഞിട്ടുണ്ട്. മാറ്റേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു ഗവൺമെന്റിന്റെ കമ്മിറ്റ്മെന്റ് എന്താണ്? അല്ല, ഈ ഗവൺമെന്റ് ആ ക്രൈസിസ് മാനേജ്മെന്റ് ആണ്. അത് UPA ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്, UDF ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. 90% നരേന്ദ്രമോദി ഗവൺമെന്റ് കേരളത്തിലെ റബ്ബർ കർഷകർ നേരിടുന്ന ഈ വളരെ വേഴ്സ്റ്റായ സിറ്റുവേഷൻ, ഇത് റബ്ബറിന്റെ ചരിത്രത്തിൽ 90% ഈ സംസ്ഥാനത്തെ ക്രൈസിസ് നേരിടുമ്പോൾ 10 ലക്ഷത്തോളം ഒരു ഗവൺമെന്റ് കണ്ണുമടച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഈ ഒരു മേഖലയിൽ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ പരുത്തിയുടെ വിഷയത്തിലുണ്ടായതുപോലെ നഷ്ടം സഹിച്ചും കർഷകർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഇവിടെ ചെയ്യുന്നുണ്ട്. എന്താണ് ചെയ്യുന്നത്? അല്ല, 150 എന്ന് പറയുന്ന ഈ ഒരു പ്രൈസ് ലെവൽ അത് ഹോൾഡ് ചെയ്യാൻ കേരളത്തിലെ ഗവൺമെന്റ് കഴിയുന്നത് വലിയ വില കൊടുത്താണ്. പക്ഷെ ഇവിടെ ശ്രീ ജോർജ് സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെ കൃത്യമായ ഇത് കിട്ടാറില്ല എന്ന്. യാഥാർത്ഥ്യമാണ്. 150 രൂപ രജിസ്റ്റർ കിട്ടിയിട്ടില്ല. അതിന്റെ പ്രൊസീജിയറിന് ഒരു ഇനീഷ്യലായി ചില പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പക്ഷെ രജിസ്റ്റർ ചെയ്ത മുഴുവൻ ആളുകൾക്കും, ഈവൻ റബ്ബർ ബോണ്ട് രജിസ്ട്രേഷൻ ഇല്ലാത്തത് പോലും കൊടുക്കാൻ രണ്ടാമത് ഗവൺമെന്റ് തീരുമാനം. ആദ്യം വന്നൊരു ഇത് മുഴുവൻ പേരെയും കവർ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഈ പറയുന്നത് പോലെ തന്നെ രജിസ്റ്റർ ചെയ്തവർക്ക് മുഴുവൻ കിട്ടുകയോ അല്ലെങ്കിൽ കർഷകർക്ക് ഈ വിധത്തിൽ ബുദ്ധിമുട്ടുന്ന കർഷകർക്ക് അതിന്റെ ആനുകൂല്യം ലഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ടോ?
അല്ല, ഞാൻ നേരത്തെ തന്നെ ഒരു കാര്യം സൂചിപ്പിച്ചു. ഞാൻ പറഞ്ഞു, കാരണം ഇത് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലായാലും ഇഫക്റ്റീവ് അല്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവല്ലേ ഈ ഒരു വർഷം മുമ്പ് ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഈ വിലയിലേക്ക് 175 രൂപയിലേക്ക് സ്ഥിരപ്പെടുത്താനാണ് ആദ്യം കൊണ്ടുവന്നതെന്ന് ആലോചിക്കണം. പിന്നീട് അത് 150 രൂപയെങ്കിലും കിട്ടുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 120 രൂപ പെർ kg പ്രൊഡക്ഷൻ കോസ്റ്റ് വെച്ചിട്ട് 150 രൂപയെങ്കിലും കിട്ടുക എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. പക്ഷേ ആ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടും മാർക്കറ്റിൽ വില എന്താണ്? മാർക്കറ്റിൽ കർഷകന് കിട്ടുന്ന വില എന്താണ്? ഈ ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ ഇൻഎഫക്റ്റീവ്നെസ് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഞാൻ സർക്കാരിൻ്റെ ഇനീഷ്യേറ്റീവിനെ കുറ്റപ്പെടുത്തുകയോ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുകയല്ല, പക്ഷെ അത് ഇഫക്റ്റീവ് ആവുന്നില്ല എന്നുള്ളൊരു പരമമായ യാഥാർത്ഥ്യം രണ്ട് ഗവൺമെന്റുകൾ ഇപ്പം ഇന്ന് രാഷ്ട്രീയ വിവാദമായ പ്രശ്നം ആക്കി. അല്ല, അതാണ് അല്ലെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ ഇതൊരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് കൊണ്ടുപോകാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രശ്നമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഒന്ന്, റബ്ബർ കർഷകർക്ക് ജീവിക്കാൻ അവർക്ക് നിലനിന്ന് പോകാൻ കഴിയണം. രണ്ടാമത്, ഇന്ത്യയിൽ റബ്ബർ ഉൽപ്പാദിപ്പിച്ചിരുന്നു 10-20 വർഷം മുമ്പ് ഇന്ത്യയിൽ റബ്ബർ ഉൽപ്പാദിപ്പിച്ചിരുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. റബ്ബർ കൃഷി തുടർന്നുകൊണ്ട് പോകണം. കാരണം ഡിപ്പെൻഡൻസി ഓൺ അതർ നേഷൻസ് അതിനേക്കാൾ വലിയ പ്രശ്നമാവും. നാളെ റബ്ബറിന് 2020 ശേഷം 22 ആകുമ്പോഴേക്കും വില നന്നാവും, കുറച്ചുകൂടെ മെച്ചപ്പെടുമെന്നൊക്കെ വിദഗ്ധ പ്രവചനങ്ങളുണ്ട്. അന്ന് റബ്ബർ വില 200 രൂപയിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ, നമ്മളന്ന് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട സ്ഥിതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, ഇവിടെയുള്ള സാധനങ്ങൾ റബ്ബർ ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളുടെ വില എന്തായിരിക്കും? അപ്പോൾ റബ്ബർ കൃഷി ഇവിടെ ഉണ്ടാവണം, റബ്ബർ കർഷകർ നിലനിൽക്കണം. ഇതാണ് ഇതിൻ്റെ ബേസ്. പക്ഷേ ആ പൊളിറ്റിക്കൽ ആയിട്ട് ഉള്ള രീതിയിലേക്ക് വരുമ്പോൾ അത് അവർ ചെയ്തില്ല, ഇവർ ചെയ്തില്ല. കേന്ദ്രം കുറേ ഫണ്ട് കേരളത്തിന് കൊടുക്കണം. ഇത് കേരളത്തെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. ആയിരക്കണക്കിന് കോടി രൂപ വേണം മാർക്കറ്റ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ ഇടപെടാൻ. സംസ്ഥാന സർക്കാർ 300 കോടി രൂപ നീക്കി വെച്ചിരുന്ന ആനവായിൽ അമ്പഴങ്ങ പോയ പോലുള്ളൊരു സംഭവമുള്ളൂ. എന്തായാലും സംസ്ഥാന ഗവൺമെൻറ് പരിമിതി ഉണ്ടായിരിക്കാം. അവർ 300 കോടി രൂപ ആണ് നീക്കി വെച്ചത്, അല്ലെങ്കിൽ ആ രീതിയിലാണ് പോകുന്നത്. പക്ഷേ കേന്ദ്രത്തിൻ്റെ ഉറപ്പായൊരു സഹായം, വലിയൊരു സഹായം ഉണ്ടാവണം. അത് രാജ്യത്തിൻ്റെ ഒരു സ്വത്ത്, രാജ്യത്തിൻ്റെ ഒരു താല്പര്യം, രാജ്യത്തിൻ്റെ ഒരു കൃഷി എന്നുള്ള ഈ വിധത്തിൽ നഷ്ടം സഹിച്ചും റബ്ബർ മേഖലയെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി ഇടപെടൽ ഉണ്ടാകുക തന്നെ വേണമെന്നതാണ് ചർച്ചയിൽ പൊതുവിൽ ഉയർന്നു വന്ന വിഷയം. ചർച്ച വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. അഡ്വക്കേറ്റ് രാജീവൻ, അവസാനമായി ഇവിടെ മേക്ക് ഇൻ ഇന്ത്യ എന്നതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ ഇവിടെ ചർച്ചയിൽ പൊതുവായി ഉയർന്നു വന്നൊരു ആശയം, പ്രത്യേകിച്ച് ശ്രീ ജോർജ് ജോസഫിനെ പോലെയുള്ളവരൊക്കെ പറഞ്ഞത്, സംസ്ഥാന സർക്കാരിന് ചെയ്യാവുന്ന ഈ വിഷയത്തിൽ ഒരു പരിമിതിയുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരിന് ചെയ്യാവുന്ന ചില സാധ്യതകളുണ്ട്. പരുത്തി കൃഷിയെ പോലെയുള്ള, ഒരുപക്ഷെ താങ്കൾ പറഞ്ഞ പോലെ പഠനം നടക്കണമായിരിക്കും. പക്ഷേ അത്തരത്തിലുള്ള ഒരു നഷ്ടം പേറിക്കൊണ്ട് റബ്ബർ മേഖലയ്ക്ക് ഒരു പുനരുദ്ധാരണം നൽകുക, റബ്ബർ ബോർഡിനെയൊക്കെ ആയാലും കൃത്യമായ രീതിയിൽ അതിനെ പുനഃസംഘടിപ്പിക്കുക, ചെയർമാനെ അല്ലെങ്കിൽ സമിതി പുനഃസംഘടിപ്പിച്ച ആ രീതിയിലുള്ള ഒരു നീക്കം
ഇല്ല എന്നുള്ളതാണ് ജനങ്ങൾ അനുഭവിച്ചറിയുന്നതെന്ന് വെച്ച് വ്യക്തമായിട്ട് ജനങ്ങളും Yes. ഇവിടുത്തെ യുവതലമുറയും മനസ്സിലാക്കുന്നത്. യെസ്, ശ്രീ ജോർജ് ജോസഫ്, നേരത്തെ ശ്രീ രാജീവനടക്കം സൂചിപ്പിക്കുകയുണ്ടായി, പരുത്തിയുടെ വിഷയം മറ്റൊരു തലത്തിലാണ് എടുക്കേണ്ടത്. ആ വിധത്തിൽ റബ്ബറിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ എന്താണ്? കൃത്യമായ പഠനങ്ങൾ നടന്നിട്ടില്ല എന്ന് പറയുന്നു. അതിനുശേഷമേ ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയോ ഒരു കരകയറ്റലോ ഒക്കെ സാധ്യമാകുകയുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ എടുത്താൽ പൊങ്ങാത്ത ഒരു തരത്തിലേക്കാണോ റബ്ബറിന്റെ അവസ്ഥ നിൽക്കുന്നത്? അല്ല, ഈ പഠനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പഠനങ്ങൾ ചിലപ്പോൾ അനിവാര്യമായിരിക്കാം, അതൊന്നും ഇല്ല എന്ന് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ പഠനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ നീണ്ടുപോയാൽ ഈ രംഗം ഉണ്ടാവില്ല. ഈ റബ്ബർ മരങ്ങൾ എന്ന് പറയുന്ന സംഭവം പല സ്ഥലത്തും ഇപ്പോൾ റബ്ബർ മരങ്ങൾ വെട്ടി മറ്റ് രീതിയിലേക്ക് എന്തെങ്കിലുമൊക്കെ തിരിയാൻ പറ്റുമോ അല്ലെങ്കിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പല സ്ഥലത്തും റബ്ബർ എസ്റ്റേറ്റുകൾ വിൽക്കാൻ ഇട്ടിരിക്കുന്നു. അതൊന്നും ആർക്കും വേണ്ട, വളരെ ഇതായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക്. അതുകൊണ്ട് ഈ കർഷകരും ഈ കൃഷിയും പഠനത്തിന് ശേഷം ഉണ്ടാകുമോ എന്നുള്ളതാണ് ആത്യന്തികമായിട്ടുള്ളൊരു പ്രശ്നം. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞു, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, രോഗി മരിച്ചുപോയി എന്ന് പറഞ്ഞൊരവസ്ഥ വരുന്ന സാഹചര്യം ഉണ്ടായാൽ എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് ഇപ്പോൾ ഞാനിതിനകത്ത് രാഷ്ട്രീയമൊന്നും കാണുന്നില്ല. BJP ആയാലും കോൺഗ്രസ് ആയാലും ആരായാലും നല്ല കാര്യങ്ങൾ ചെയ്യണം. കാരണം കർഷകരെ രക്ഷിക്കേണ്ടതും കൃഷി നിലനിൽക്കേണ്ടതും രാജ്യത്തിൻ്റെ ആവശ്യമാണ്. അത് ലോങ് റണ്ണിൽ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അപകടപ്പെടുന്നൊരു കാര്യമാണ് ഈ ഡിപ്പെൻഡൻസി ഇതിൻ്റെ കാര്യത്തിൽ വർദ്ധിക്കുക എന്നുള്ളത്. കാരണം ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങളാണ് ചെറുതും വലുതുമായിട്ട് റബ്ബർ ബേസ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്നത്. സമയപരിമിതി പുലപ്പെടുകയാണ്, ക്ഷമിക്കുക ശ്രീ ജോർജ് ജോസഫ്. താങ്കളുടെ വാക്കുകളിൽ നിന്ന് തന്നെ ഏതായാലും വൈൻഡപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. റബ്ബറിന്റെ ഒരു സുവർണ്ണകാലം ഒരു പക്ഷേ 2022 ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലേക്ക് പക്ഷെ നമ്മൾ ആഭ്യന്തരമായി റബ്ബർ ഉൽപ്പാദിപ്പിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുമോ എന്നൊരു ആശങ്ക തന്നെയാണ് നിലവിലുള്ളത്. അതിലും വളരെ നന്ദി ചർച്ചയിൽ പങ്കുചേർന്ന് സംസാരിച്ച ശ്രീ PS സലീം, ഒപ്പം തന്നെ ശ്രീ ജോർജ് ജോസഫ്, അഡ്വക്കേറ്റ് രാജീവൻ, ഒപ്പം തന്നെ ശ്രീ PC സിറക്. റബ്ബർ ബോർഡ് ആസ്ഥാനവുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അതിനെ തകർക്കുന്ന ഒരു രീതിയിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ പോകുന്നില്ല. സംരക്ഷിക്കണം, റബ്ബർ കർഷകരെ സംരക്ഷിക്കണം, ഒപ്പം തന്നെ റബ്ബർ ബോർഡ് സംരക്ഷിക്കുന്നതിലൂടെ കർഷകർക്ക് പ്രചോദനമാകണം. ആ വിധത്തിൽ വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന പൊതുവായ ആശയമാണ് ചർച്ചയിൽ ഉയർന്നു വന്നത്. വളരെ നന്ദി ഏതായാലും ചർച്ചയിൽ പങ്കുചേർന്ന അതിഥികൾക്ക്.